ഈ കെയ്തി പോലെയുള്ള വലിയ സിനിമ, വിക്രം പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിന്റെ ക്രൂ എന്ന് പറയുന്നത് വലുതായിരിക്കും. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വിക്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന ആർട്ടിസ്റ്റുകളാണ് അതിനകത്തുള്ളത്. ഇവരുടെ കൂടെ നിന്നിട്ട് നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമ്മൾ എങ്ങനെ പിടിക്കുമെന്ന് പോലും നമുക്ക് ഇവരെ കൂടെ നിൽക്കണം എന്നുള്ളതും, എന്നാൽ അവരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. അതിൻ്റെ ഒരു ആശ്വാസവും കിട്ടും. ആ സമയത്തൊക്കെ ശരിക്കും കംഫർട്ട്നെസ് ആണോ അനുഭവിക്കുക, അതേ അതിൻ്റെ കൂടെ നമ്മൾ പിടിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ? നമ്മുടെ മനസ്സിൽ എന്താണ് തോട്ട് പ്രോസസ്സ്? എനിക്ക് അതിൽ ഈ പടത്തിൽ വിക്രം പടത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചെറുപ്പം മുതലേ ആരാധിക്കുന്ന കമൽ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു എൻ്റെ സീക്വൻസുകൾ മെയിൻലി. അപ്പോൾ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്തത്. എനിക്ക് കമൽ സാറിൻ്റെ സ്പേസാണ് കൂടുതലുള്ളത്. അപ്പം എനിക്ക് അതൊരു ഉള്ള സമയത്ത് ഞാൻ ഇത്രയൊന്നും ചിന്തിക്കാതെ, ഈ ചോദിക്കാതെ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, ഞാൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിനുമായിട്ട് മാക്സിമം സമയം ചെലവഴിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തത് ഓഫ് ദ ക്യാമറ. അപ്പോൾ സംശയം തോന്നും നമുക്ക്, കാരണം അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യണോ, കാരണം പുള്ളി എപ്പോഴും ഇരുന്ന് വായിക്കുകയായിരിക്കും. അത് മറ്റേ ഐപാഡിൽ എന്തെങ്കിലും ഇരുന്ന് വായിക്കാൻ. ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ആദ്യം മാത്രമേ ഹെസിറ്റേറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ അപ്പോൾ വരും. കാരണം അറിയാം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കോമൺ ടോപ്പിക്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം, എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളി ചെയ്ത പല സിനിമകൾ, അതിലാരാണ് കൊറിയോഗ്രാഫി ചെയ്ത്, ഇതെങ്ങനെയാണ് ചെയ്ത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥകളും. അദ്ദേഹം ആദ്യം ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഡയറക്ടർ അടുത്ത് വന്ന് ആദ്യം സിനിമ അഭിനയിക്കാൻ വരുന്നത് നായകനായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടം മുതൽ, പിന്നെ തമിഴിൽ പുള്ളിയുടെ ഒരു വലിയൊരു ലേണിംഗ് ആയിരുന്നു കെ ബാലേന്ദർ സാറിൻ്റെ കൂടെ പുന്നകൈ മന്നനിൽ ചാർലി ചാപ്ലിൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്ത കാര്യം, പാട്ട് ഷൂട്ട് ചെയ്ത കാര്യം, അതൊക്കെ വളരെ റെയർ സംഭവങ്ങളത്. പുള്ളി പറഞ്ഞ് എൻ്റെ ഡിഗ്രി പഠിത്തം അതായിരുന്നു. പിന്നെ ഹി ഹാഡ് ടു കൊറിയോഗ്രാഫ് ദാറ്റ്. അദ്ദേഹം കൊറിയോഗ്രാഫ് ചെയ്തു. ചാർലി ചാപ്ലിനായിട്ട് പുള്ളി പെർഫോം ചെയ്യുമ്പോൾ കെ ബി സാറ് പറയണത്രേ, കമൽ അത് சரியா வரல, அது ஸ்லோவாக இருக்கு, ரொம்ப ஃபாஸ்ட். അപ്പോൾ സാർ അത് ചാപ്ലിൻ. അത് പിന്നെ പറഞ്ഞു അതല്ല സാർ, അത് നമ്പർ ഓഫ് ഫ്രെയിംസ് വേറെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, നമുക്കത് ചെയ്യാം, പക്ഷെ ഇത് പാട്ട് പാടി ചെയ്യണം. അങ്ങനെ പിന്നെ അത് പുള്ളി അവിടുത്തെ നാഗര വാങ്ങി പഠിച്ചിട്ടാണ് പുള്ളി അത് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ പ്രോസസ്സുകൾ. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറേ, പിന്നെ പുള്ളി ബുക്സ് വായിക്കേണ്ടത്, പിന്നെ ഇൻ്റർനാഷണൽ സിനിമയെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ അതിൻ്റെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളും ആയിരുന്നു. പിന്നെ ഞാൻ പിന്നെ ലോകേഷിൻ്റെ സെറ്റായതുകൊണ്ട് എനിക്ക് ഓൾറെഡി മുമ്പ് വർക്ക് ചെയ്ത് വലിയൊരു റോളാണല്ലോ കൈദിയിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കതൊരു പ്രഷറായിരുന്നില്ല. പക്ഷേ എങ്കിലും കമൽ സാറുമായിട്ട് ഡയലോഗ്സ് ഇതാക്കുമ്പോൾ നമ്മൾ ഈ അറിയാണ്ട് മനസ്സിൽ വരുമല്ലോ, ഇദ്ദേഹമാണ് ഇദ്ദേഹം. അപ്പം ഞാനതിൽ 1-2 ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ നോക്കി, പുള്ളി ഇങ്ങനെ നോക്കും എന്നെ. അപ്പം ഞാനൊരു കാര്യം പറയും. അപ്പോൾ ഈ നോട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് പതറും. നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷേ അപ്പോൾ 2 തവണ നോക്കിയപ്പോൾ ലോകേഷിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത്രയ്ക്കൊരു ചെറിയ ടെൻഷൻ വേണ്ട, കാരണം നിങ്ങളും പോലീസ് വലിയൊരു ഇൻസ്പെക്ടറല്ലേ നിങ്ങൾ. ഞാൻ പറഞ്ഞു സത്യമായിട്ടും അഭിനയിച്ചതല്ല, ഇത് വരുന്നതാണ്, അത്രയ്ക്ക് എവിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അമ്മ സാർ ഓക്കെ അതൊന്നുമല്ല, വെറുതെ നിൽക്കുമ്പോൾ പുള്ളി ഒരു നോട്ടം നോക്കുകയാണ്. നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മളൊന്ന് പെട്ടെന്നതും ഒരു ഇതായി. കാരണം എനിക്ക് ഈ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ ഈ VHS കാസറ്റും കണ്ട് അച്ഛനമ്മയും ചീത്തയും പറഞ്ഞ് ഈ അമ്മയൊക്കെ കമലഹാസൻകാരൻ എൻ്റെ മകൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് ഈ നോട്ടത്തിൽ എനിക്ക് വരുന്നത്. ഇനി പലതും വരുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ ചില സംഭവങ്ങൾ, അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഫൺ. ബട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബട്ട് അതൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിട്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആസ് എ ഫാൻ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചു, ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഹിം, എൻജോയിങ് ദറ്റ് പ്രോസസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ ഇല്ലയെന്ന് നമുക്ക് അപ്പം അറിയില്ല. കമൽ സർ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹി ലവ്സ് ടു ടോക്ക് ഇൻ മലയാളം. മലയാളത്തിലേ സംസാരിക്കൂ. എനിക്കൊക്കെ വെരി 2-3 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് കമൽ സാറിനെ മീറ്റ് ചെയ്യാൻ. ഐ ഹാവൻ വർക്ക്ഡ്
അപ്പൊ മലയാളം. he loves to talk in I'm sure he spoke to you in മലയാളം. ഓൺലി മലയാളം. ഞാൻ പിന്നെ എല്ലാ ചോദ്യം, ഞാൻ പിന്നെ സോമൻ ചേട്ടൻ്റെ കഥകളും തിക്കുറിച്ചി ചേട്ടൻ ഇങ്ങനെ തുടങ്ങും. അത് കിട്ടിയ ചാൻസ്. പുള്ളിക്കും ഇതൊരു എല്ലാവരുമായിട്ടും ചിലപ്പോൾ കുറേ നാളായിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും പല കഥ. അതുപോലെ ഈ കണ്ണിന്റെ പറഞ്ഞില്ലേ, അത് ചെറിയൊരു കാര്യമില്ല കേട്ടോ. ബിക്കോസ് ഇങ്ങനത്തെ ഈ ഗ്രേറ്റ് ലെജൻഡറി മാസ്റ്റേഴ്സ് എല്ലാം പറയുന്നത്, ഇപ്പൊ കമൽ സാറൊക്കെ പറയുമ്പോൾ ഇയേഴ്സ് ഓഫ് സാധനയാണ് ആ കണ്ണിന്റെ പവർ. നമ്മളിപ്പോൾ ഗോപിയാസനെ കുറിച്ചും ഡോക്ടർ പത്മസുബ്രഹ്മണ്യെ കുറിച്ചൊക്കെ പറയുമ്പം ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ്. വെൻ യു ലുക്ക് ഇൻടു ദെയർ ഐസ്, നോ, അത് ജസ്റ്റ് സ്പാർക്കിൾ ചെയ്യും കണ്ണുകൾ. അതുപോലെയാണ് ഈ കമൽ സാർ ഉരുക്കി കളയും. പ്രതീക്ഷിക്കില്ല ആക്ച്വലി. സംസാരിക്കുമ്പോഴൊക്കെ നോക്കണ്ടല്ലോ, ഓക്കെ പെർഫോം പെട്ടെന്ന് ഇതാക്കുമ്പോൾ നമ്മളൊന്ന് ഇതായി പോകും. ശബ്ദം സാറിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ അതൊരു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അനുഭവങ്ങളും ഇവരുടെ. പിന്നെ ഈ മലയാളത്തിൻ്റെ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ ആദ്യം തന്നെ വന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, കണ്ട ഉടനെ ഞാൻ ഹലോ സാർ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വേണുചേട്ടൻ പോയില്ലേ എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് തിങ് പെട്ടെന്ന്. അപ്പോൾ നെടുപടി വേണുചേട്ടൻ പോയിട്ട് കുറച്ച് മാസം ഞാൻ പറഞ്ഞു അതെ എന്തൊരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ത്യൻ 2-ൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ബഹളം അദ്ദേഹത്തിന് പറ്റാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വേറെ റൂമിൽ കയറിയിരിക്കും. പിന്നെ അവിടെ പാട്ടാവും, പിന്നെ വാദ്യമേളങ്ങളാവും, അങ്ങനെ മോഡേൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഒരു അതിൻ്റെ ഇടയിൽ ആകെ ലൊക്കേഷൻ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡയലോഗ് കറക്ഷന് വേണ്ടി മാത്രമാകുമ്പോൾ പുള്ളി അപ്പോൾ അതിലിരുന്നിട്ട് ഇതാക്കും. പിന്നെ നോളജ് ഓഫ് എല്ലാവരും ഈ പറയുന്നുണ്ട് ഈ എൻസൈക്ലോപീഡിയ. അത് ഞാൻ ചിലപ്പോൾ ചിലവർക്ക് കേട്ടത് ഇതെന്ത് എൻസൈക്ലോപീഡിയ എന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ നോളജ് അങ്ങനെയാണ്. റെസ്പെക്റ്റീവ് ഓഫ് ഇപ്പോൾ ഒരു ക്യാമറ ആണെങ്കിലും ലെൻസിങ് ആണെങ്കിലും ശരി. അപ്പോൾ അന്ന് ഒന്നുമില്ല, അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് അൺബരീവ് മാസ്റ്റർ പറയുമായിരുന്നു ഇങ്ങനെ അവരിങ്ങനെ പറയും എന്നയ്യാ இந்த ആൾ സാർ ഇപ്പിടി ഇരിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡിസ്കസ് ചെയ്യുക. നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഉടച്ചിട്ട് വരുന്ന കാര്യം കമൽ സാർ ചോദിക്കാൻ എന്താണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു സാർ ഇതാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു ഇതല്ലല്ലോ. അപ്പോൾ ഇല്ല സാർ ഞങ്ങൾ തെലുങ്ക് പടം ഇതൊക്കെ ഹിന്ദി പടത്തിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല വേറൊരു സാധനം വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ ആണോ നോക്കുന്ന. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പുള്ളി കൊറിയർ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ദിസ് ഇസ് ദ വൺ. അപ്പം ഇങ്ങനെയാണ് ഓരോരോ ഇതൊരു ആക്ടർ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക. സോ അത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ പോയി. ശരിക്കൊരു ഫിലിം മേക്കറാണ്. അതുകൊണ്ടാണ് ഈ സാറിന്റെ ശബ്ദം പറഞ്ഞതുപോലെ വിനീതേട്ടൻ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ലൂസിഫറിനും മരക്കാരനും സ്റ്റേറ്റ് അവാർഡ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. രണ്ടിനും കൂടെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം. പിന്നെ ഒന്ന് കൊറിയോഗ്രാഫിക്കാണ് കിട്ടിയത്. അതിന് മുമ്പ് ആദ്യം കിട്ടിയത് കാമ്പോജിക്ക്. ഈ ശബ്ദം ഉപയോഗിച്ചാൽ എനിക്ക് പാച്ചവും അത്ഭുത വിളക്കിനകത്ത് ആ ശബ്ദം ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ക്യാരക്ടറിന്റെ മാറ്റം ഇല്ലേ, ആ മാറ്റം ശരിക്കും ഫീൽ ചെയ്തത് ആ ശബ്ദം അത്രയും നന്നായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പം അത് ആ സ്ഥലത്താണല്ലോ നമ്മളെല്ലാം ഞെട്ടുന്നത്, ആ ക്യാരക്ടറിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. ആ സമയത്ത് എന്തായിരുന്നു ഈ ചിന്തിച്ചിരുന്നതെന്നോ എനിക്കറിഞ്ഞൂടാ. ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. അവിടെ മീറ്റർ കൂടി പോകാൻ പാടില്ല. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്തത്, ഇല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു മനസ്സിനകത്ത് ആ സീക്വൻസ് ചെയ്യുമ്പം ഞാൻ എക്സ്റ്റംപോറായിട്ട് ചെയ്ത് തന്നെ ഞാൻ ആ സ്റ്റക്കില്ല ആക്ച്വലി. അവിടെ ഒന്നും ഞാൻ ടോൺ റേസ് ചെയ്യട്ടെ, എനിക്ക് ഐ ജസ്റ്റ് കെയിം ടു മീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുന്നു. ബിക്കോസ് എന്താ വെച്ചാൽ ഈ റിയാസിന് ഉമ്മച്ചിനോട് കാണിക്കാൻ പറ്റില്ല ദേഷ്യം. സോ ദാറ്റ് ഹി ടേക്സ് ഓൺ ദിസ് ബോയ്. സോ ആ ഒരു അതെനിക്ക് അവിടുന്ന് തോന്നി. ആൻഡ് വി ഷോട്ട് ഇറ്റ് ഇൻ ഒറ്റ സ്ട്രെച്ചിലെടുത്തതാണത്. എൻ്റെ ക്ലോസസ് കൗണ്ടർ ക്ലോസ് ആയിട്ട് ദീദിയുടെ എടുക്കുന്നതിന് മുമ്പേ വിജി മാമിൻ്റെ എടുക്കുന്നതിന് മുമ്പേ എൻ്റെത് എടുക്കുമ്പോൾ ഐ ഹാഡ് ജസ്റ്റ് അത് അങ്ങനെ ഒരു റിഹേഴ്സലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് ഓൾറെഡി പ്രിപ്പയർഡ് ദ ലൈൻസ്. റഫായിട്ടൊന്ന് പറഞ്ഞു, പിന്നെ വി ടുക്ക് ആ ടേക്കിൽ ജസ്റ്റ് കെയിം ഓഫ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ അതൊരു എക്സ്റ്റംപോറായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു അത് ഇറ്റ്സ് ദാറ്റ് പവർ ഓഫ് ദിസ് സീൻ ആൻഡ് ഹൗ ദിസ് മദർ മാനേജസ്. അത് അവർക്ക് പേടിയുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം മകനാണ്. ഈവൻ ഓൾസോ ഹി കനോട്ട് ഷോ ഹിസ് ആങ്കർ ടു ദ മദർ. സോ അതുകൊണ്ട് അതിലൂടെ ഹീസ് കൺവേയിങ് ടു ഹർ യു ബെറ്റർ ബി കെയർഫുൾ. ലൈക്ക് പിന്നെ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ തിരിച്ച് പറയും അമ്മേൻ്റെ. തിരിച്ചോണ്ടാണ് പിന്നെ അമ്മയോട് സംസാരിക്കുന്നത്. അവിടെയാണ് അവരുടെ നോട്ടം മാറും അവിടുന്ന്.
അങ്ങനെ 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 ഒരു സീക്വൻസ് ആണ് അത്. ഈ പണ്ടത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വിനീതേട്ടനുണ്ട് ഞങ്ങളുടെ മലയാള സിനിമയിൽ. അപ്പോൾ കബുളികളിൽ മുന്ന ഭയങ്കര രസമുള്ള നമ്മുടെ മനസ്സിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഒലച്ചിട്ടുള്ള സിനിമയാണ്. നക്ഷത്രങ്ങൾ മുതൽ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയതാ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ അമൃതംഗമയയിലെ വിനീതേട്ടനുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഒരുപക്ഷെ നമ്മളെ ഇന്നും വേദനിപ്പിക്കുന്ന ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അമൃതംഗമയ. അതേപോലെ ക്യൂട്ട്നെസ് ഉള്ള വേറെ ഇപ്പോൾ മുത്തശ്ശി കഥയിലൊക്കെ ഉണ്ടെങ്കിലും ഈ അമൃതംഗമയ പോലെ ഉപയോഗിച്ചിട്ടുള്ള കളിപ്പാട്ടത്തിൽ ഒറ്റ സീനിൽ വന്നിട്ട് വേറൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ മറ്റേ ആളുടെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടാമത്തെ ആളെന്നുള്ള രീതിയിലുള്ള അത്തരം ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അത് ഭയങ്കര സുഖമുള്ള ഓർമ്മയല്ലേ ഇപ്പോഴും. പിന്നെ അമൃതംഗമയൊക്കെ എം ടി സാറിന്റെ ക്യാരക്ടേഴ്സ് അല്ലേ അതൊക്കെ. അത് ഇപ്പൊ അതിൽ ആ ഒരു സീക്വൻസേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ സ്ക്രിപ്റ്റില് എവറി ഒരു വെറുതെ ഒരു സീക്വൻസിൽ വരുന്ന ചെറിയ എന്തെങ്കിലും ഒരു അൺഅസ്യൂമിങ് ക്യാരക്ടർ, പക്ഷെ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. അതായിരുന്നു എം ടി സാറിന്റെ കഥാപാത്രങ്ങളുടെ പവർ. മെനി ഓഫ് ഹിസ് ഫിലിംസ് നമ്മൾ ഇന്നിപ്പം വെൻ യു റീവിസിറ്റ് ലോട്ട് ഓഫ് ഹിസ് ഫിലിംസ് ഒരു അര സീനിലൊക്കെ വരുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് മനസ്സിൽ നിൽക്കും നമുക്ക്. ഇപ്പം ആരണ്യകത്തില് കാളിത്തള്ള എന്നിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു ആദിവാസിയിൽ ശാരദാമ്മ, അത് നമ്മുടെ ശാരദ, കോഴിക്കോട് ശാരദ ചേച്ചി ഇല്ലേ, ഉമ്മർക്കയും ശാരദ ചേച്ചി, ഭാരത് സാറിന്റെ എല്ലാ പടത്തിലും ഉണ്ടാവും. അവരൊരു അപാര ആക്ട്രസ് ആണ്, തിയേറ്റർ ആക്ട്രസ് ആയിരുന്നു ശാരദ ചേച്ചി. ആ ഒരു ചെറിയ അത് ഇന്നും ആ പടം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ മനസ്സിൽ നിൽക്കും. അല്ല, ദാറ്റ് ഈസ് എ പവർ ഓഫ് എം ടി സാർസ് റൈറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് എ ക്യാരക്ടർ. അതുപോലെയാണ് ഈ ഉണ്ണികൃഷ്ണനും എല്ലാം. ബിക്കോസ് അതിൻ്റെ മെയിൻ ത്രെഡ് ഈ നമ്പൂതിരിനെയും മകളെയും ഈ ചേട്ടനെയും ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ലൈക്ക് അത്